ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സാപ്പിന്റെ ഡിസപ്പിയറിംഗ് മെസ്സേജ് സെറ്റിംഗ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നാണ് ഈ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് മൊബൈൽ നമ്പറിലോട്ട് അയക്കുന്ന മെസ്സേജുകളാണോ നിശ്ചിത സമയം കഴിഞ്ഞാൽ ഡിലീറ്റ് ആവേണ്ടത്, ആ വാട്സാപ്പ് അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ടിന്റെ മുകളിൽ വലത്തെ സൈഡിൽ 3 ഡോട്ട് ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 1 2 3 4 5ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് വരിക. ഇപ്പൊ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മളിപ്പോ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ ഇപ്പൊ ഇത് ഓഫാണ്. അപ്പോൾ മെസ്സേജ് ടൈമർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ 24 മണിക്കൂർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് 24 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. അതുപോലെ നമ്മളെ നിന്നും പോകും, അവരുടെ നിന്നും പോകും. 7 ഡേയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ആവും. 90 ഡേയ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ആവും. ഓഫ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് ഡിലീറ്റ് ആവത്തില്ല. പിന്നെ നമ്മളിപ്പം ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സിമ്പിൾ കാണാനില്ല, ഇതിന് താഴെ ഈ സിമ്പിൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇത് മറ്റേ ആൾക്കും കാണാൻ പറ്റും. മറ്റേ ആളുടെ വാട്സാപ്പ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ലേ, ഇപ്പൊ നെറ്റ് ഹോം, ഇവിടെ ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, മറ്റേ ആൾ ഓൺ ആക്കിയിട്ടുണ്ടെന്നൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ ആരുടെ വാട്സാപ്പ് ചാറ്റിലാണോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അയാൾക്കും കിട്ടും. അപ്പൊ രണ്ടുപേർക്കും അറിയാം ഇതുപോലെ സംഭവം സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നീട് ഇത് ഓഫ് ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തെടുക്കുക, ഡോട്ട് പ്രസ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ കാണും, സെലക്ട് ചെയ്യുക. ഇവിടെ ഓഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് ഡിലീറ്റ് ആവത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസപ്പിയറിംഗ് മെസ്സേജിനെ കുറിച്ചുള്ളത്. ഒരുപാട് മെസ്സേജുകളൊക്കെ അയക്കുന്നതാണ്, നമുക്ക് സൂക്ഷിച്ച് വെക്കണ്ട. മറ്റേ എത്ര ദിവസം, ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ആ മെസ്സേജ് കൊണ്ട് ആവശ്യം വരത്തില്ലെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആക്കി ഇടുന്നത് നല്ലതായിരിക്കും. കുറെ മെമ്മറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.